പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. ഈ ആഹ്ലാദകരമായ ഈദുൽ ഫിത്തറിൻ്റെ ദിനത്തിൽ നിർബന്ധമായിട്ടുള്ള കർമ്മമെന്നുള്ള നിലക്ക് അല്ലാഹുവിൻ്റെ മഹത്തായ ഭവനത്തിൽ നമ്മളൊരിക്കൽ കൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഏറ്റവും നല്ല ഒരു കർമ്മമായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിലും ഈദുൽ ഫിത്തർ ദിനത്തിലുമെല്ലാം നമ്മൾ ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നന്മകൾ കൂടുതൽ പരിശീലിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തിന്മകളും ഒഴിവാക്കാനും യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തറും വ്രതാനുഷ്ഠാനവുമൊക്കെ നമുക്ക് പ്രചോദനം നൽകണം. വ്രതാനുഷ്ഠാനം യഥാർത്ഥത്തിൽ പാപവിമുക്തിയുടെയും നരകവിമോചനത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും പ്രധാനപ്പെട്ട സന്ദേശമാണ് വിളംബരം ചെയ്യുന്നത്. ആ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ആത്മപരിശോധന നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. വിശപ്പും ദാഹവും സഹിച്ചുകൊണ്ടാണ് വിശ്വാസികൾ വ്രതാനുഷ്ഠാനം നിർവഹിക്കുന്നത്. അതിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമയും സഹനവും, അതോടൊപ്പം പട്ടിണി കിടക്കുമ്പോഴുള്ള പ്രയാസങ്ങളുമെല്ലാം മനസ്സിലാക്കേണ്ട, ആലോചിക്കേണ്ട സന്ദർഭമാണിത്. സക്കാത്തിനെ സംബന്ധിച്ചും സദക്കയെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ബോധം മറ്റുള്ള ആളുകളോട്, അന്യന്മാരായിട്ടുള്ള ആളുകളോട് ദീനാനുകമ്പയും അവരോട് അങ്ങേയറ്റത്തെ താല്പര്യവും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങൾ പരിഹരിക്കാനുള്ള സന്നദ്ധതയും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലൂടെ നടപ്പിലാക്കാൻ വിശ്വാസികളെ സന്നദ്ധമാക്കുകയാണ് യഥാർത്ഥത്തിൽ വ്രതാനുഷ്ഠാനവും ഈദുൽ ഫിത്തറും ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങളുമെല്ലാം. ലോകത്തിന് മുഴുവനും വെളിച്ചമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ഓരോ അക്ഷരവും അത് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു എന്നാണ്. അലിഫ് ലാം മീം എന്നത് അലിഫ് ഒരക്ഷരവും ലാമ് മറ്റൊരക്ഷരവും മീമ് മൂന്നാമത്തെ അക്ഷരവുമാണ്. ഓരോ ഹർഫിനും നമുക്ക് അല്ലാഹു പ്രത്യേകമായിട്ടുള്ള പ്രതിഫലം നൽകുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ഖുർആനുമായിട്ടുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ വ്രതാനുഷ്ഠാനം നമുക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നതാണ്. പ്രവാചക ജീവിതത്തിൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിരവധി സുന്നത്തുകളുണ്ട്, പ്രവാചകൻ്റെ ചര്യകളുണ്ട്. നമ്മുടെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കേണ്ട അത്തരം നിയമസംഹിതകളെയും വിധിവിലക്കുകളെയും ഉൾക്കൊള്ളാനും പിൻപറ്റാനും ഓരോ വിശ്വാസിയും ജാഗ്രത പാലിക്കണമെന്ന് വിശ്വാസി സമൂഹത്തെ ഉണർത്തുന്ന ദിനമാണ് ഈദുൽ ഫിത്തർ. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ മല്ലം യദൽ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദ തുആമഹു വശറാബഹു, തെറ്റായിട്ടുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുവാൻ ആരും തയ്യാറാകുന്നില്ലെങ്കിൽ പട്ടിണി മാത്രമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അത്തരം ആളുകൾ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അല്ലാഹുവിന് യാതൊരു നിർബന്ധവുമില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായിട്ടുള്ള ആളുകളെ ശക്തമായി ബോധവൽക്കരിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. ഔദാര്യത്തെ സംബന്ധിച്ചും സക്കാത്തിനെ സംബന്ധിച്ചുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ അനുഷ്ഠാന കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ യഥാർത്ഥ സന്ദേശം മറച്ചുവെക്കുകയും അതിലൊക്കെ കുഴപ്പങ്ങളും ഫസാദുകളും വ്യാപകമായി കലർത്തിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. പൗരോഹിത്യമാ രംഗത്ത് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. സക്കാത്തിൻ്റെ കാര്യത്തിലും ആളുകൾ ഫസാദാക്കിയിട്ടുള്ള ചില വശങ്ങളുണ്ട്. നേർക്ക് നേരെ കൈമാറുന്നതിന് പകരം മറ്റൊരു ഏജൻസി മുഖേന കൈമാറുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള സന്തോഷമാണ് വിശ്വാസികൾക്ക് ലഭിക്കേണ്ടത്. ആ രൂപത്തിൽ സക്കാത്ത് സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാൻ നമ്മുടെ കേരളത്തിലെ മഹല്ലുകൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പട്ടിണിയും ദാരിദ്ര്യവുമില്ലാത്ത, വിശപ്പില്ലാത്ത,
അവർക്ക് കിടന്നുറങ്ങാൻ കിടപ്പാടങ്ങളില്ലാത്ത രോഗികളായിട്ടുള്ള ആളുകൾക്ക് ചികിത്സയ്ക്കും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും പ്രയാസപ്പെടാത്ത രൂപത്തിൽ കേരളീയ സമൂഹത്തെ മുഴുവനും യഥാർത്ഥ ഇസ്ലാമികമായിട്ടുള്ള ആദർശത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ആരോഗ്യകരമായ ജീവിതം പ്രദാനം ചെയ്യുവാൻ, അവർക്ക് സന്തോഷകരമായ ജീവിതം പ്രദാനം ചെയ്യുവാൻ, അതുവഴി ഇസ്ലാമിൻ്റെ സൗന്ദര്യവും ഇസ്ലാമിൻ്റെ പ്രകാശവും ലോകത്തെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമെന്നാണ്. നമ്മുടെ മഹല്ലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യക്ഷമമായിട്ടുള്ള സക്കാത്ത് സംവിധാനവും അതിൻ്റെ കമ്മിറ്റികളും വേണ്ട വിധത്തിൽ പ്രായോഗികമാക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നത് ധൂർത്തും പൊങ്ങച്ചവും അമിത വ്യയവുമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന, അവിടെ പിശുക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ രീതിശാസ്ത്രം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടു വരികയാണ്. അവിടെയാണ് ഇസ്ലാമിൻ്റെ സന്ദേശം നമുക്ക് മാർഗവും വഴിയും കാണിച്ചു തരുന്നത്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുകയും അനാവശ്യ കാര്യങ്ങൾക്ക് ചെലവഴിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് പക്വവും നീതിപൂർവകവുമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാൻ, യഥാർത്ഥ ഇസ്ലാമായി മാറുവാനുള്ള സന്നദ്ധതയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഭക്ഷണകാര്യങ്ങളിൽ ധൂർത്തും പൊങ്ങച്ചവും കാണിക്കുന്നവരുണ്ട്. അത് ഇസ്ലാമിന് പാടില്ല എന്ന്, ഇസ്ലാമിന് അന്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പാർപ്പിടവും വീടുകളുമെല്ലാം മോടി പിടിപ്പിക്കുകയും അനാവശ്യമായിട്ടുള്ള പൊങ്ങച്ച പ്രകടനങ്ങൾ കാണിക്കുകയും ചെയ്തുകൊണ്ടുള്ള പുതിയ സംവിധാനം ഇസ്ലാമിക സമൂഹത്തിൽ പോലും മുസ്ലിം കുടുംബങ്ങളിൽ പോലും ശക്തിപ്പെട്ടു വരികയാണ്. വസ്ത്രങ്ങളുടെ കാര്യങ്ങളിലും ആഘോഷങ്ങളുടെ കാര്യങ്ങളിലുമെല്ലാം അമിതമായിട്ടുള്ള ദുസ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി വളരെ അപകടകരമായിട്ടുള്ള നിലപാടുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതിനെ മറികടക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ, അനാവശ്യമായി ചെലവഴിക്കുന്നവർ പിശാചിന്റെ കൂട്ടുകാരാണെന്ന് പഠിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ അനുയായികളും അനന്തരാവകാശികളുമാണ് ഈ രൂപത്തിൽ ധൂർത്തും പൊങ്ങച്ചവും അഹങ്കാരവും കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാവുന്ന ചരിത്രമുണ്ട്. ഒന്നാമത്തെ ഖലീഫയായി അപരോധിതനായ മഹാനായിട്ടുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്നും യുദ്ധഫണ്ടിലേക്ക് എല്ലാവരും സംഭാവന നൽകണമെന്നും പ്രവാചക തിരുമേനിയുടെ വായിൽ നിന്നും പറയേണ്ട താമസം തന്റെ സമ്പത്ത് മുഴുവനും ദൈവിക മാർഗത്തിൽ ചെലവഴിക്കുവാൻ സന്നദ്ധമായി രംഗത്ത് വന്ന അബൂബക്കർ സിദ്ദീഖിന്റെ മാതൃക നാം അംഗീകരിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടതുണ്ട്. ആരെയാണ് പ്രവാചകന്റെ അനുയായിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് താങ്കൾ ബാക്കി വെച്ചിട്ടുള്ളത്? അള്ളാഹുവിനെയും റസൂലിനെയും മാത്രമാണ് ഞാൻ വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ലോക ചരിത്രത്തിൽ അപൂർവമായിട്ടുള്ള ചരിത്രങ്ങൾ രചിക്കുവാൻ പ്രവാചകന്മാർക്കും അവർ വളർത്തിയെടുത്തിട്ടുള്ള ഉത്തമരായ ഖലീഫമാർക്കും മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നിർണായകമായ സംഭവങ്ങളാണ് സദഖയുടെ കാര്യത്തിലും ധർമ്മത്തിന്റെ കാര്യത്തിലും ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആ രംഗത്ത് നമുക്ക് വന്നിട്ടുള്ള പാളിച്ചകൾ ഒഴിവാക്കുകയും പിശുക്കൊഴിവാക്കുകയും അനാവശ്യമായിട്ടുള്ള ചെലവഴിക്കൽ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് മധ്യമ സമൂഹത്തിന്റെ മധ്യമ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. അഥവാ പ്രധാനസ്ഥാനത്തിലൂടെയും പെരുന്നാളാഘോഷത്തിലൂടെയും തക്ബീർ ചൊല്ലുകളിലൂടെയും ഫിത്ർ സക്കാത്തിലൂടെയും ഇഫ്താർ സംഗമങ്ങളിലൂടെയും ആദർശനിഷ്ഠയുള്ള അച്ചടക്ക ബോധമുള്ള അടുക്കും ചിട്ടയുമുള്ള ഒരു ധന്യമായ വ്യക്തിത്വത്തിന്റെ അതിനെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ധന്യമായ വ്യക്തിത്വത്തെ നിർമ്മിച്ചെടുക്കാനുള്ള ഏറ്റവും പ്രയാസകരമായ ജോലിയാണ് മുസ്ലിം സമൂഹത്തിനും ഇസ്ലാമിക സംഘടനകൾക്കും ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും മഹല്ല് കമ്മിറ്റികൾക്കും ഈ രാജ്യത്ത് നിർവഹിക്കാനുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങേയറ്റം ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങൾ സ്വന്തമായി അത് മറന്നുപോവുകയും ചെയ്യുകയാണോ? അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ അർത്ഥസംഖ്യക്കിടമില്ലാത്ത വിധം സൂറ ബഖറ 2-ാം അധ്യായം 44-ാമത്തെ വചനത്തിൽ വിശ്വാസി സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും ആഘോഷങ്ങളുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 2 ആഘോഷ ദിനങ്ങൾ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു വന്നിട്ടുള്ളത്. ഒന്ന് റമദാനിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്തറും, രണ്ടാമതായി ഹജ്ജിന്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള ഈദുൽ അദ്ഹയും. ഒരുപാട് ആഘോഷങ്ങൾ നമുക്കറിയാം. ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളുണ്ട്. ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളുണ്ട്. ദേശീയവും അന്തർദേശീയവുമായ രംഗത്ത് നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആഘോഷങ്ങളുടെ പൊടിപൂരമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആൾക്കൂട്ടങ്ങളാണ്, കോലാഹലങ്ങളാണ്,
ഒച്ചപ്പാടുകളും ബഹളങ്ങളുമാണ് അവിടെ നാം കാണുന്നത്. നക്ഷത്രങ്ങൾ തൂക്കി ആഘോഷിക്കുന്നവരുണ്ട്, പടക്കം പൊട്ടിച്ച് അന്തരീക്ഷ മലിനീകരണം നടത്തി ആഘോഷങ്ങൾ പൊടിപാറിക്കുന്നവരുണ്ട്, പ്രതിഷ്ഠകളും മാലയും അമ്പാരിയുമായി എഴുന്നള്ളിച്ചുകൊണ്ട് ഖബർ പൂജയിലേക്കും ആ രൂപത്തിൽ മുന്നോട്ട് പോകുന്നവരുണ്ട്. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ മാത്രമാണ് ആഘോഷത്തിൻ്റെ രീതിയെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്. പുതുവസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും വലിയ ആഘോഷമെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിക ആഘോഷത്തിൻ്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടേണ്ടത്. ഇസ്ലാമിക ആഘോഷങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനാന്തരികമായിട്ടുള്ള, മനുഷ്യനെ ഭൗതികതയ്ക്കപ്പുറം ആന്തരികമായി മനുഷ്യൻ്റെ ചൈതന്യത്തെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ സന്നദ്ധമാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, തക്ബീർ ധ്വനികളാണ് നാം മുഴക്കുന്നത്, പ്രാർത്ഥനകളാണ് നമ്മൾ നിർവഹിക്കുന്നത്, ഉപദേശങ്ങളാണ് നിരന്തരമായി വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നത്, ഫിത്ർ സക്കാത്താണ് നമ്മൾ നിർവഹിക്കുന്നത്, ബലിപെരുന്നാളിന് ഉദ്ഹിയ്യത്ത് നൽകുന്നു. ഇങ്ങനെ അച്ചടക്കപൂർണമായ അദബും സംസ്കാരവുമുള്ള, മറ്റുള്ളവരെ പരിഗണിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഹൈറു ഉമ്മത്തായി മുസ്ലിം സമുദായത്തിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ, അതിന് കാലിക പ്രാധാന്യമുള്ള വിധത്തിൽ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ വിശ്വാസികൾക്ക് സാധിക്കണം. ഈ ഒരു സംസ്കരണവും ഈ ഒരു അച്ചടക്കവും നമ്മുടെ എല്ലാ തലങ്ങളിലും ഉണ്ടാകണം. ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. നിങ്ങൾക്ക് സ്വർഗം നൽകാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ശരീരവും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യജിക്കുവാൻ നിങ്ങൾ സന്നദ്ധമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെയുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അർഹത ലഭിക്കുന്ന, തൗഫീഖ് ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിലും വിശ്വാസിനികളിലും അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ ഫർദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വസ്സലാത്തു വസ്സലാമു മൻ ലാ നബിയ്യ ബഅദഹു. ഇത്തഖുല്ലാഹ സാനിയം ബിത്തഖ്വല്ലാ. സഹോദരന്മാരെ, ഒന്നുകൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഓർക്കുകയാണ്. മഹാന്മാരായിട്ടുള്ള സഹാബികളും അവരെ പിന്തുടർന്നു വന്നിട്ടുള്ള താബികളും ചരിത്രത്തിൽ അതുല്യമായിട്ടുള്ള മാതൃക സമ്മാനിച്ചവരാണ്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം അവർ നൽകിയതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമായി നമ്മൾ കാണുന്നത് താബികളിൽ പ്രധാനികളായിട്ടുള്ള ആളുകൾ അവരുടെ സംസാരത്തിൽ വന്നുപോകുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണമെന്ന് എല്ലാ താബികളും പരസ്പരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നാണ്. എന്താണ് അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളെന്ന് അവർ വിശദീകരിക്കുന്നുണ്ട്. 5 കാര്യങ്ങളാണ് പറയുന്നത്. ആ 5 കാര്യങ്ങളിൽ അപ്പുറമുള്ളതെല്ലാം അനാവശ്യമായിട്ടുള്ള, നമ്മുടെ രാജ്യത്ത് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം നീങ്ങുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചേരിപ്പോരുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ആദർശവും വിശ്വാസവും മൂല്യങ്ങളും കളഞ്ഞു കുളിക്കുന്ന സമ്പ്രദായങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ഒരു നിറം നോക്കാതെ നാം കാണുകയും കേൾക്കുകയുമാണ്. അച്ചടക്കമില്ലാത്ത നേതാക്കന്മാരും അച്ചടക്കമില്ലാത്ത അനുയായികളും നമുക്ക് പരിചയമുണ്ട്. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അച്ചടക്കപൂർണമായ ഒരു സൈലൻ്റായി നിലകൊള്ളുന്ന ഒരു സമൂഹത്തെയാണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത്. ഏത് രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും, ഏത് രംഗത്തും നമുക്ക് മാതൃകയായി ഉൾക്കൊള്ളാൻ സാധിക്കും. 5 കാര്യങ്ങളിൽ അപ്പുറമുള്ളത് അനാവശ്യമായിട്ടുള്ള സംസാരമാണെന്ന് പ്രവാചകന്റെ അനുയായികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാന്മാരായ താബികളുടെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ പറയുന്നത് അല്ലാഹു മനുഷ്യ സമൂഹത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആൻ, അതുമായി ബന്ധപ്പെട്ട പാരായണവും പഠനവും മനഃപ്പാഠമാക്കലുമെല്ലാം ഒന്നാമത്തെ കാര്യമാണ്. ആ കാര്യത്തിൽ അപ്പുറമുള്ളത് അനാവശ്യ കാര്യങ്ങളായി വിലയിരുത്തപ്പെടും. രണ്ടാമതായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളുണ്ട്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ മര്യാദകളുണ്ട്. ഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പ്രവാചക തിരുമേനിയുടെ ചര്യയാണ്. ആ ചര്യ മുറുകെ പിടിക്കുകയും ആ രംഗത്ത് പഠനത്തിന് സന്നദ്ധമാവുകയും ചെയ്യുന്ന ആളുകളാണ് രണ്ടാമത്തെ വിഭാഗമെന്ന് പറയുന്നത്. ആ 2 വിഭാഗമല്ലാത്ത ആളുകൾ യഥാർത്ഥത്തിൽ അനാവശ്യമായിട്ടുള്ള സംസാരമാണ് നടത്തുന്നത്. മൂന്നാമത് പറയുന്നത് കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. നിങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് നിങ്ങൾ സാമൂഹിക രംഗത്തായിരുന്നാലും സാംസ്കാരിക രംഗത്തായിരുന്നാലും രാഷ്ട്രീയ രംഗത്തായിരുന്നാലും മതവേദികളിലായിരുന്നാലും പള്ളികളിലായിരുന്നാലും പള്ളിപ്പറമ്പിലായിരുന്നാലും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരായിരുന്നാലും എല്ലാ നന്മകളും വാരിപ്പുണരുവാനും എല്ലാ തിന്മകൾക്കെതിരിലും സമരസജ്ജമായി നിലകൊള്ളുവാനും നിങ്ങൾക്ക് സാധിക്കണമെന്ന
അത്യുജ്വലമായ ആദർശബോധമാണ് ഈ കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളത്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന സംഘടിതമായ സമുദായത്തെയാണ്, അങ്ങനെയുള്ള ഒരു ജമാഅത്തിനെയാണ്, അങ്ങനെയുള്ള സംഘടിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് ഇസ്ലാം അംഗീകരിക്കുകയും ആശീർവാദം നൽകുകയും ചെയ്യുന്നത്. എല്ലാ രംഗത്തും ജനങ്ങൾ ഫസാദുകളിലാക്കിയ, കുഴപ്പത്തിലാക്കിയ രംഗത്ത് ഉയർത്തെഴുന്നേറ്റ് നിന്നുകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും തങ്ങളുടെ സമ്പത്തും ശരീരവും ചെലവഴിച്ചുകൊണ്ട് അങ്ങനെയുള്ള വിധേയത്വങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ, മതവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ, യുക്തിവാദത്തിനും ഭൗതികവാദത്തിനുമെതിരെ നമ്മുടെ നാട്ടിലെ കുട്ടികളും ചെറുപ്പക്കാരും രംഗത്ത് വരുന്ന ലിബറലിസം പോലെയുള്ള തെറ്റായിട്ടുള്ള നമ്മുടെ കുടുംബരംഗത്ത് ശൈഥില്യത്തിന്റെ വിത്തുപാകുന്ന എല്ലാ വിധികൾക്കുമെതിരെ, എല്ലാ അധർമ്മങ്ങൾക്കുമെതിരെ സമരസജ്ജമായി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം. നന്മകൾ നാലാമത് പറയുന്നത് വിജ്ഞാനത്തെ സംബന്ധിച്ച അറിവ് കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നിപ്പോൾ ഭൗതികമായിട്ടുള്ള അറിവുകൾ കരസ്ഥമാക്കിയില്ലെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷയിൽ ജയിക്കാൻ കഴിയില്ല. PSCയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കെല്ലാം അറിയണം. A മുതൽ Z വരെയുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അതോടൊപ്പം മതപരമായിട്ടുള്ള അലിഫ് മുതൽ യാ വരെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള അറിവിൻ്റെ, വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കണം, നമ്മുടെ വ്യക്തികളിൽ നടക്കണം. പ്രധാനസ്ഥാനത്തിലും അതിനുശേഷവും പെരുന്നാളാഘോഷത്തിലും അതിൻ്റെ ശേഷവുമെല്ലാം ആളുകളെ ക്രമപ്രവൃദ്ധമായി മതത്തിൻ്റെ അടിത്തറകളിലേക്ക്, മതത്തിൻ്റെ അടിസ്ഥാന ആദർശബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഈ രാജ്യത്തെ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക സംഘടനകൾക്കും നിർവഹിക്കാനുള്ളത്. നമ്മുടെ സംഘടനകളും പ്രസ്ഥാനങ്ങളും ആ രൂപത്തിൽ മതത്തിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾ വിശദീകരിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആദർശ ഭൂമികയിലേക്ക് വരുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സംഘടനകളെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ആദർശ വിശ്വാസ സംഹിതകളെയാണ് നാം സംരക്ഷിക്കേണ്ടത്. മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. അല്ലാഹു ആർക്കെങ്കിലും നന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവൻ അല്ലാഹു അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് പ്രവാചകന്റെ വചനം. ആ ഒരർത്ഥത്തിൽ നമുക്ക് ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി എങ്ങനെയൊക്കെ അറിവുണ്ട് എന്ന് മനസ്സിലാക്കണം. അഞ്ചാമത് പറയുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് നമുക്ക് സംസാരിക്കാം. അതിലപ്പുറമുള്ള കാര്യങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട, ഹദീസ് പാഠവുമായി ബന്ധപ്പെട്ട, നന്മകൾ കൽപ്പിക്കുകയും തിന്മകൾ വിരോധിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിജ്ഞാനം കരസ്ഥമാക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുന്ന, അതോടൊപ്പം ഭൗതികമായി നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയും പറയുകയും ചെയ്യുന്ന, അതിലപ്പുറമുള്ള കാര്യങ്ങളെല്ലാം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാരും താബികളും ഖലീഫമാരും പ്രവാചകന്മാരും ലോകത്തുള്ള വിശ്വാസികളെ ബോധ്യപ്പെടുത്തിയതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസികൾ ഏത് രംഗത്ത് നിൽക്കുന്നു എന്ന് ശക്തമായി മനസ്സിലാക്കുവാൻ, വളരെ സത്യസന്ധമായി വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് രണ്ടാമത്തെ സമയത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അത്താഉ ബിൻ അബി റബി, അദ്ദേഹം വലിയ താബികളിൽപ്പെട്ടാണ്. അദ്ദേഹം ഹിശാം ബിൻ അബ്ദുൽ മലിക് എന്നുള്ള ഒരു രാജാവിനെ സന്ദർശിക്കുന്നുണ്ട്. അദ്ദേഹം സന്ദർശിക്കുന്നത് ഇസ്ലാമികമായിട്ടുള്ള നന്മകൾ, മുസ്ലിങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ഭരണാധികാരിയെ ബോധ്യപ്പെടുത്താനാണ്. ഭരണാധികാരിയാകട്ടെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. അങ്ങനെയാണ് ഭരണാധികാരികൾ. അവർ പരസ്പരം കാൽമുട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിന് മാത്രം ബഹുമാനമാണ് ഹിശാം ബിൻ അബ്ദുൽ മലിക് അത്താഉ ബിൻ അബി റബാഹ് എന്നുള്ള താബികളിൽപ്പെട്ട മഹാനായിട്ടുള്ള പണ്ഡിതനോട് കാണിച്ചിട്ടുള്ളത്. ആവശ്യമുള്ള ഉപദേശങ്ങൾ എന്താണെന്ന് ചോദിക്കുന്നു. ഹറമുകളിൽ നല്ല സൗകര്യം ഉണ്ടാക്കണമെന്ന് പറയുന്നു. അതിർത്തി സംരക്ഷിക്കണമെന്ന് പറയുന്നു. അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളോട് അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ കൽപ്പിക്കരുത് എന്ന് നിർദ്ദേശിക്കുന്നു. അവസാനം മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റ എന്നുള്ള സൂക്തം അദ്ദേഹം പാരായണം ചെയ്യുന്നു. മിൻഹാ ഖലഖ്നാകും, ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്. അവസാനം ആ മണ്ണിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അനന്തരം നിങ്ങൾക്ക് ലഭിക്കുന്ന, നിങ്ങൾക്ക് വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച് മറ്റൊരു ലോകത്തേക്ക് ഉയർന്നേൽപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാകണമെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായിട്ടുള്ള അത്താഉ ബിൻ അബി റബി ഹിശാം ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവിനോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ഒറ്റയ്ക്കാണ് നിങ്ങളുടെ മരണം സംഭവിക്കുക. നിങ്ങളുടെ വിചാരവികാരങ്ങൾ ചോദ്യത്തിന് വിധേയമാക്കും. നിങ്ങളുടെ സമ്പത്തും ശരീരവും സമയവും ഒക്കെ എങ്ങനെ ചെലവഴിച്ചു എന്നുള്ള കാര്യം ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുന്നു. അമീറുൽ മുഅ്മിനീൻ ഭരണാധികാരി നിലത്ത് ഇരുന്നു കൊണ്ട് കരയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രയാസപ്പെടുകയാണ്. അത്താവും മകനും അവസാനം പോകാനൊരുങ്ങുന്നു. ആ കവാടത്തിൽ, വാതിൽപ്പടിയിൽ ഒരു സഞ്ചിയുമായി അദ്ദേഹത്തിൻ്റെ പരിചാരകന്മാർ പോകുന്നു. അദ്ദേഹത്തിന് നൽകാനുള്ള പണക്കിഴിയായിരിക്കാം. പക്ഷേ
മഹാനായിട്ടുള്ള അതാബുൻ അബി റബാഹ് പറയുന്നത് ഇങ്ങനെയുള്ള പണക്കിഴികൾ ഞാൻ സ്വീകരിക്കാറില്ല. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അല്ലാഹുവിൻ്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്, ആഹാരം നൽകുന്നത്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത്, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നത് അല്ലാഹുവിൻ്റെ വജ്ഹിനെ മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ പാതയാണ്, മഹാന്മാരായിട്ടുള്ള സഹാബികളുടെ മാർഗമാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ളത്. അതിന് പകരമായി നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന, ദീനിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഫസാദുകളിൽ നിന്നും നമ്മുടെ സമുദായത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾക്ക് നമ്മൾ ഈ വിശുദ്ധ റമദാനിലും ഈദുൽ ഫിത്തറിൻ്റെ ദിനത്തിലും തുടക്കം കുറിക്കുന്നില്ലെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന ഭവിഷ്യത്തുകളെ സംബന്ധിച്ച്, നമ്മുടെ മക്കൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടകരമായ ദശാസന്ധിയെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മുന്നറിയിപ്പ് എൻ്റെ മുന്നറിയിപ്പല്ല, അല്ലാഹുവിൻ്റെ മുന്നറിയിപ്പാണ്, മഹാന്മാരായിട്ടുള്ള പ്രവാചകന്മാരുടെ മുന്നറിയിപ്പാണ്. ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ലാ, അല്ലാഹുവിൻ്റെ വജ്ഹിനെ കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, അതിൻ്റെ പേരിൽ ഒരു നന്ദി വാക്ക് പോലും ഞങ്ങൾ ആഗ്രഹിക്കില്ലെന്ന് പറയുന്ന പ്രവാചകന്മാരുടെ പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹവും മുസ്ലിം രാഷ്ട്രങ്ങളും അഭിമുഖീകരിക്കുന്ന എല്ലാ ശൈഥില്യങ്ങളിൽ നിന്നും ഉഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ദുആകളും പ്രാർത്ഥനകളുമാണ് ഈ ഈദുൽ ഫിത്തറിൻ്റെ സന്ദേശമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിന് നാനാഭാഗത്തും പ്രയാസപ്പെടുന്ന, വേദനയ്ക്ക് അടിച്ചിറക്കി ജീവിക്കുന്ന എല്ലാ മനുഷ്യ സഹോദരന്മാർക്കും എല്ലാ രാഷ്ട്രങ്ങളിലുള്ള ആളുകൾക്കും അല്ലാഹു സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ ആദർശത്തെയും നശിപ്പിക്കാനുള്ള രംഗത്ത് വന്നിട്ടുള്ള എല്ലാ ദുശക്തികളെയും, എല്ലാ ഇസ്ലാമിക വിരുദ്ധ ശക്തികളെയും, അവരുടെ പ്രോപ്പഗണ്ടകളെയുമെല്ലാം അല്ലാഹു പരാജയപ്പെടുത്തുകയും നശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയിട്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കടക്കം അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ബിസിനസ്സിലും മക്കളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിലുമെല്ലാം അല്ലാഹു അനുഗ്രഹങ്ങളും ബർക്കത്തുകളും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു വിഭാഗം നരകത്തിലേക്കും ഒരു വിഭാഗം സ്വർഗത്തിലേക്കുമെന്ന് പറയപ്പെടുമ്പോൾ മഹാന്മാരായ പ്രവാചകന്മാരുടെയും സാലിഹീങ്ങളുടെയും സുഹദാക്കളുടെയും കൂടെ സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള മഹാഭാഗ്യം നൽകി